പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏകദേശം ഒരാഴ്ചയിൽ പരം കർണാടക സംസ്ഥാനത്തിലെ അങ്കോളയിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു സഹോദരൻ അർജുൻ, അദ്ദേഹത്തിൻ്റെ ലോറി ഇപ്പോഴും ആ മണ്ണിനടിയിൽ അകപ്പെട്ടിരിക്കുകയാണല്ലോ. നമ്മുടെ ബഹുമാനപ്പെട്ട കർണാടക സർക്കാരും അതുപോലെയുള്ള മറ്റെല്ലാ സന്നദ്ധ സംഘടനകളെല്ലാം ചേർന്ന് നമ്മുടെ ഭാരത സർക്കാരിൻ്റെ മറ്റെതിര സൈനിക വിങ്ങുകളെല്ലാം കൂടി ചേർന്ന് അവരെ സഹോദരൻ്റെ വണ്ടിക്ക് വേണ്ടി അവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതുവരെയും ആ വണ്ടി ഇതുവരെ കണ്ടു കഴിഞ്ഞിട്ടില്ല. നമ്മുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിരിക്കുന്ന പ്രാർത്ഥന ഇതാണ്: ആ സഹോദരൻ ജീവനോടെ തന്നെ തിരിച്ചു വരണം എന്നുള്ളതാണ്. ആ സഹോദരന് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുണ്ട്, അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഒരു ഭാര്യ, ഒരു ചെറിയൊരു പൈതൽ അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഒരു കുടുംബം പുലർത്തേണ്ട ഒരു വ്യക്തിയാണ് ആ സഹോദരൻ. അദ്ദേഹത്തിന് സംഭവിച്ച ഇത്തരം ഒരു പരിസ്ഥിതി ഓർത്ത് നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. നമ്മളെല്ലാവരും മലയാളികളാണ്, എന്നാൽ അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും മനുഷ്യരുമാണല്ലോ. ഒരു മാനുഷികമായിരിക്കുന്ന പരിഗണന വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവനോടെ തന്നെ കിട്ടട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ഈ സംഭവം അറിഞ്ഞ അന്ന് മുതൽ ഈ സമയം വരെയും ഞാൻ അദ്ദേഹത്തെ എല്ലാ ദിവസവും എന്നോണം ഞങ്ങൾ പ്രാർത്ഥനകൾ ഓർക്കാറുണ്ട്. ആ സഹോദരനെ സേഫായിട്ട് കിട്ടുവാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ സഹോദരൻ ജീവനോട് തന്നെ മടങ്ങി വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ. നമ്മുടെ ഇച്ഛ, ഇല്ലെങ്കിൽ നമ്മുടെ ഇച്ഛയല്ല, എല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ എല്ലാം. കാരണം ദൈവമാണല്ലോ എല്ലാം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ആ സഹോദരനെ ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ആ സഹോദരനെ ജീവനോട് തന്നെ കണ്ടെത്തുവാൻ, സുരക്ഷിതനെ കണ്ടെത്തുവാൻ സഹായിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന. ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം അദ്ദേഹത്തിൻ്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ മടങ്ങിവരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. നമ്മുടെ ആ കാത്തിരിപ്പ് സഫലമാകട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം ജീവനോടെ തിരികെ വരും. അദ്ദേഹത്തെ ജീവനോടെ കണ്ടെത്തും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ അസാധ്യമായിരിക്കുന്ന ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഞാൻ ആ സഹോദരന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും മാക്സിമം ആ പ്രാർത്ഥനയിൽ തന്നെ തുടരുക. നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് വെച്ചാൽ അത് തന്നെ ദൈവം നിവർത്തീകരിക്കട്ടെ. കാരണം എല്ലാത്തിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലല്ലല്ലോ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ദൈവത്തെ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ചില കാര്യങ്ങളൊക്കെ മനുഷ്യൻ്റെ കയ്യിലാണെങ്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും മനുഷ്യൻ്റെ കയ്യിലല്ലല്ലോ. നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. ആ സഹോദരൻ്റെ മടങ്ങിവരുവാനായിട്ടുള്ള കാത്തിരിപ്പ് അത് സഫലമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. എൻ്റെ പേര് നോബി. പ്രാങ്കി കിഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ചാനൽ മുഖാന്തരം നിങ്ങളുമായി സംവദിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മുടെ കാത്തിരിപ്പിനെ സഫലമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.